ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 40-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ്: ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. ഒരിക്കൽ കൂടെ വചനം നമ്മൾക്കൊന്ന് മനസ്സിലേറ്റു ചൊല്ലാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ആത്മാവിനെക്കുറിച്ച് പറയുന്ന തിരുവചന ഭാഗമാണ് ഇത്. കർത്താവിൽ ഏത് കാര്യങ്ങളിലും ആശ്രയിക്കുന്ന ഒരു ആത്മാവ് തളർന്നു പോവുകയില്ല. അത് ജീവിത വിഷയങ്ങൾ കൊണ്ട് ഓടുവാണെങ്കിലും നടക്കുകയാണെങ്കിലും അവൻ തളരുകയില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള വലിയ വലിയ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവഭക്തിയുള്ള ഈ ആത്മാവിൻ്റെ മേൽ വലിയ കാറ്റായി ആഞ്ഞടിച്ചാലും ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് ചവിട്ടി നിൽക്കുന്ന, ഈ പാറയിൽ നിൽക്കുന്ന ഈ ആത്മാവ് തളരുകയില്ല. അതുകൊണ്ട് വചനം പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ ചിറകടിച്ച് ഉയരുമെന്നാണ് പറയുന്നത്. ദൈവത്തിലുള്ള ഒരാശ്രയം ആർക്കാ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുക? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവമാണ് എല്ലാം എന്ന് പറയുന്ന ആത്മാവിന് മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ കഴിവ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ ജോലി, എൻ്റെ ധനം, എൻ്റെ പൊസിഷൻ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാത്മാവിന് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒന്നും എൻ്റേതല്ല, എനിക്കുള്ളതെല്ലാം, ഞാനിപ്പോൾ എന്തായിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തിൻ്റേതാണ് എന്ന് ഏറ്റുപറയുവാൻ കഴിവുള്ള ഒരാത്മാവാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്ന് പറയുന്നത്. അവരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്: അവർ ഓടിയാലും അവർ നടന്നാലും അവർ ക്ഷീണിക്കുകയില്ല, അവർ തളർന്നു പോവുകയില്ല എന്ന്. കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവൻ തളർന്നു പോവുകയില്ല. നമുക്കറിയാം, അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ദൈവാശ്രയ ബോധവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം പ്രഭാതം മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേറ്റു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഭാര്യയും ഭർത്താവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വാക്കുകളൊന്ന് പറഞ്ഞു, ഒരു തെറ്റൽ ഉണ്ടായി എന്ന് കരുതുക. അതല്ലെങ്കിൽ ഒരു ഫോൺ വിളി വന്നു. ആ ഫോൺ വിളിച്ചപ്പോൾ ശരിയായ രീതിയിലൊന്നും അതിനോട് സഹകരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കാനായിട്ട് സാധിച്ചില്ല, ഇടയ്ക്കത് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് കിടക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉള്ള ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം എത്ര അധികമാണോ അത്ര കണ്ടായിരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. ഉദാഹരണത്തിന്, രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തെറ്റിയ ഈ ഭാര്യ ഭർത്താക്കന്മാർ, അവർ ഇങ്ങനെ ചിന്തിക്കുവാന്ന് നമുക്ക് വിചാരിക്കാം: കർത്താവേ, ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ജീവിത സഖിയുമായിട്ട് പറഞ്ഞ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ആയിട്ടുണ്ട്, നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, ഞാനത് നിൻ്റെ തിരുമുമ്പാകെ ഞാൻ സോറി പറയുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ആ ആളെ ഫോൺ ചെയ്യാമെന്ന് വിചാരിക്കുക. അവിടെ ഞാൻ ആളോട് വളരെ സ്നേഹമായ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ പരിണിത ഫലമാണ് രണ്ടാമതായി ഇയാൾ വീണ്ടും സംഭാഷണത്തിൽ ഏർപ്പെടാനായിട്ട് ഇടയായ സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം രണ്ടുപേർ തമ്മിൽ ഭയങ്കര വഴക്കാണ്. രാവിലെ ഒരു 10 മണി വരെ കിടന്നുറങ്ങുന്ന ഒരു സഹോദരനാണ്. ഒരു മിഡ് നൈറ്റ് വരെ ജോലിയുണ്ട്. ജോലി കഴിഞ്ഞ് വന്നൊരു 10 മണി വരെ ഉറങ്ങും. അവർക്ക് 2 ചെറിയ മക്കളാണുള്ളത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ കുഞ്ഞ് വളരെ എന്തോ ചെറിയ കാര്യത്തിന് വേണ്ടി വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ ഉറങ്ങിക്കിടന്ന സഹോദരൻ്റെ ഉറക്കം തെളിഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് ഭാര്യയെ ഭയങ്കരമായിട്ട് ഇദ്ദേഹം
വഴക്ക് പറഞ്ഞു. അവൾക്കത് സഹിക്കാൻ മേലാത്ത സങ്കടമായി. പിന്നെ അതങ്ങനെ കൊണ്ടു നടന്നു. പിന്നെ അല്പാൽപ്പമുള്ള ആ സ്നേഹത്തിനൊരു കുറവ്, മെല്ലെ മെല്ലെ മിണ്ടാതായി, ഭക്ഷണം ഒരുമിച്ച് കഴിക്കാതായി. ഇങ്ങനെ കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്തേക്ക് ഇവർ എത്തപ്പെടുക. അപ്പോൾ ഞാൻ അവരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എൻ്റെ പൊന്നു സഹോദര സഹോദരി, ഇതൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു, കൊച്ചു കരഞ്ഞു, ഉറക്കം തെളിഞ്ഞു, ഉറക്കം പോയി. അദ്ദേഹത്തിന് വേണമെങ്കിൽ എഴുന്നേറ്റ് എന്നാ പറ്റിയെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ കൊച്ചിനെ ഒന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറഞ്ഞിട്ട് വേണേൽ പോയി കിടന്ന് ഉറങ്ങാമായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതികരണം കാഴ്ചവെച്ചപ്പോൾ ജീവിത പങ്കാളിയുടെ മനസ്സിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ഇതൊക്കെ അനുദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ് എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓരോ ദിവസത്തിൻ്റെയും ഭാരങ്ങൾ എടുത്തുകൊണ്ടുള്ള ഈ ഓട്ടത്തിൽ ദൈവത്തോട് ചേർന്നാണ് ഞാൻ ഓടുന്നതെങ്കിൽ, ദൈവത്തോട് ചേർന്നാണ് ഈ അനുദിന ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെടുത്ത് ഞാൻ നടക്കുന്നതെങ്കിൽ തളരുകയില്ല, പതറുകയില്ല എന്നുള്ളതാണ് തിരുവചനം പറഞ്ഞത്. ഞാനൊരു പുസ്തകത്തിൽ വായിക്കാനിടയായ ഒരു കാര്യമുണ്ട്. അറ്റ്ലാന്റയിൽ ഉള്ള ഒരു സ്ഥലത്ത്, കാർക്കാസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഗ്ലെൻ എന്ന് പറയുന്ന ഒരു സഹോദരനും, ഇദ്ദേഹം വലിയ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനത്ത് എത്തപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥ എഴുതി വച്ചേക്കുന്നത് ഞാൻ വായിച്ചു. വല്ലാതെ എന്നെ അത് സ്പർശിച്ചു. അത് ഇപ്രകാരമാണ്. ഇദ്ദേഹം ബാല്യകാലത്ത് സ്കൂളിൽ പോകുന്ന ഒരു സമയത്ത്, അന്ന് വളരെ മഞ്ഞുള്ള തണുപ്പുള്ള സമയത്ത് സ്കൂളെല്ലാം ഇങ്ങനെ ചൂടാക്കണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൽക്കരിയൊക്കെ വെച്ച് ഇങ്ങനെ ചൂടാക്കുകയാണ്. ബാല്യകാലമാണ്. എങ്ങനെയോ അത് മറിഞ്ഞ് അത് തീയുണ്ടായി, തീ പിടിച്ചു, 2 കാലും പൊള്ളി. അങ്ങനെ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായത്തിൽ 2 കാലും പൊള്ളി. പിന്നെ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ മുകളിൽ ട്രീറ്റ്മെൻറ്റായി. 2 വർഷത്തെ സ്കൂൾ ജീവിതം അങ്ങനെ കട്ട് ചെയ്തു. അവസാനം ഡോക്ടർ ഇവരോട് പറഞ്ഞു, കൊച്ചിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, കാലിൻ്റെ വിരലുകളെല്ലാം കംപ്ലീറ്റ് പോയി. പിന്നെ മാത്രമല്ല കാലിൻ്റെ നീട്ടത്തിലും പ്രശ്നങ്ങൾ സംഭവിച്ചു. അവിടെ നമുക്ക് കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ വെച്ച് മുറിക്കാമെന്ന് ഈ ഡോക്ടർ മാതാപിതാക്കളോട് പറഞ്ഞു. പക്ഷേ ഈ മാതാപിതാക്കൾ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള മനുഷ്യരായിരുന്നതുകൊണ്ട് കാലിൻ്റെ പാദം മുറിക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറായില്ല. ഡോക്ടറിനോട് പറഞ്ഞു, മുറിക്കണ്ട, അല്ലാതെ ഉണങ്ങുന്ന അത്ര ഉണങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് വീട്ടോട്ട് വന്നു. അങ്ങനെ 2 വർഷക്കാലം നടക്കാൻ വയ്യാതെ വീൽ ചെയറിൽ ഈ ഗ്ലെൻ അവൻ്റെ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും ഇവന് നല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം ഈ ഗ്ലെന്നിൻ്റെ അമ്മ ഗ്ലെന്നിനോട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കേണ്ടവനൊന്നുമല്ല. നിൻ്റെ കാല് 2നും മാത്രമേ അല്പം പ്രശ്നമുള്ളൂ, ബാക്കി ഒന്നിനും ഒരു പ്രശ്നവും എൻ്റെ കുഞ്ഞിനില്ല. അതുകൊണ്ട് കുഞ്ഞ് ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കണം, എഴുന്നേറ്റാൽ മാത്രം പോരാ, നടക്കണം, നടന്നാൽ മാത്രം പോരാ, സ്കൂളിൽ പോകണം. അങ്ങനെ ഇവനെ ഇങ്ങനെ പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ മൈൻഡ് ഇങ്ങനെ ഈ അമ്മ റെഡിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ക്രിസ്മസ് ദിവസം ഇവൻ മനസ്സിൽ തീരുമാനിച്ചു, എനിക്കിങ്ങനെ ഈ വീൽ ചെയറിൽ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് സ്കൂളിൽ പോകണം. അവൻ എന്ത് ചെയ്തു, അവൻ ബെൽറ്റൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ഇവന് വീൽ ചെയറിൽ നിന്ന് ഇഴഞ്ഞ് തറയിലേക്ക് ഇറങ്ങി ഇവനിങ്ങനെ എന്തിയും നീന്തിയും ഒക്കെ ആയിട്ട് അവൻ നടന്നു കഴിഞ്ഞപ്പോൾ അവനൊരു ബലം കിട്ടിയതുപോലെ തോന്നി. അവൻ വീണ്ടും വീൽ ചെയറിൽ കയറി വീണ്ടും ഇങ്ങനെ എഴിഞ്ഞു. അങ്ങനെ 4ാം ക്ലാസ്സിൽ ആയപ്പോഴേക്കും വീണ്ടും 4ാം ക്ലാസ്സിൽ എത്തിയ ആ സമയത്ത്, പഠിച്ച് എത്തിയ സമയത്ത് സ്കൂളിലൊരു മത്സരം നടക്കുകയാണ്. ഓട്ട മത്സരം നടക്കുകയാണ്. ഈ കുഞ്ഞിനിങ്ങനെ കാലിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവൻ ആ കാലും വെച്ച് ഓട്ടത്തിൽ പങ്കെടുത്തു. അവന് ചെറിയൊരു സമ്മാനമൊക്കെ കിട്ടി. അപ്പോൾ അവന് മനസ്സിലായി, ഈ കാലും കൊണ്ട് നടക്കുമ്പോൾ അവന് നല്ല വേദനയുണ്ട്. അപ്പോൾ അവൻ തന്നെ തിരിച്ചറിഞ്ഞു, ഈ വയ്യാത്ത കാലും കൊണ്ട് നടക്കുന്നതിനേക്കാൾ എളുപ്പം ഓടുന്നതാണ്. അങ്ങനെ അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇവന് 6ാം ക്ലാസ്സിൽ നിന്ന് വീണ്ടും ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഈ കുട്ടിക്ക് 1ാം സ്ഥാനം കിട്ടി. പിന്നെ ഈ ഗ്ലെന്നിൻ്റെ ജീവിതത്തിൻ്റെ വളർച്ച അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇവൻ 1ാം സ്ഥാനം കിട്ടി, വലിയ ക്ലാസ്സിലെത്തി, അവൻ അത്ലറ്റായി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്തി, അവനങ്ങനെ ഒളിമ്പിക്സ് വരെ ഈ ഗ്ലെൻ എത്തപ്പെടുകയാണ്. ഈ ഗ്ലെൻ 78ാമത്തെ വയസ്സിൽ 1988 78ാമത്തെ വയസ്സിലാണ് ഈ ഗ്ലെൻ എന്ന് പറയുന്ന ഈ സഹോദരൻ മരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിത കഥ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിറയുന്ന അനുഭവം എനിക്കുണ്ടായി. ഈ ഗ്ലെൻ എന്ന് പറയുന്ന ഈ സഹോദരൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെതുമായിട്ടുള്ള ഒരു ആൾ രൂപമായിരുന്നു.
അന്ന് ഡോക്ടർമാർ പറഞ്ഞത് അനുസരിച്ച് ഈ പാദം മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനൊരു വലിയ സ്ഥാനത്ത് എത്തുമായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, ബാല്യകാലത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യത്തിൻ്റെ മേൽ പഴി പറഞ്ഞ് ജീവിതം നിരാശയിൽപ്പെട്ട് സങ്കടമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാമായിരുന്നു. പക്ഷേ വിശ്വാസികളായ മാതാപിതാക്കളിലൂടെ ഈ കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം ദൈവം നൽകി അവൻ്റെ മനസ്സിന് ശക്തി കൊടുത്തു. ഗ്ലെൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചേക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൽ ആശ്രയിക്കുന്നവന് എന്തും ചെയ്യുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാത്മാവിന് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു, എല്ലാം തീർന്നു, ഇനി ഞാൻ രക്ഷപ്പെടുകയില്ല, ഇനി എനിക്ക് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്മേൽ അങ്ങനെ അങ്ങോട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഈ സഹോദരൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഈ ഭൂമിയിൽ. പലരും പറയും, സിസ്റ്റർ, എൻ്റെ ജീവിതം, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ചുറ്റുവട്ടങ്ങൾ എന്നെ ഇങ്ങനെ ആക്കി തീർത്തു. ശരിയായിരിക്കാം, ജീവിതത്തിന് വളർന്നു വന്ന സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വിഷമതകളൊക്കെ നമ്മളെ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഒരു ലേബലിൽ നമ്മളിരിക്കാതെ അവിടെ നിന്ന് നാളെയും എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അവസരങ്ങളും സാധ്യതകളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ എന്തായിരുന്നു, അതിൽ നിന്ന് മുൻപോട്ടേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നോക്കി ഞാൻ യാത്ര ചെയ്യുവാനായിട്ട് റെഡിയാകുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മവിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുക. ഈ ബുദ്ധിമുട്ടുകളിലും ഈ പ്രയാസങ്ങളിലും ഈ കഷ്ടതകളിലും ഈ രോഗങ്ങളിലും ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും കർത്താവ് എന്നെ നയിക്കും, എനിക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, നാളത്തെ നമ്മുടെ ജീവിതം ദൈവം നമുക്ക് തരുന്നെങ്കിൽ നല്ല ജീവിതം ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണ്. ഞാൻ ഇന്ന് ഇന്ന രീതിയിൽ എത്തിയിരിക്കുന്നു, നാളെ എനിക്ക് ഇതിനപ്പുറത്തേക്ക് ജീവിക്കാം എന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നല്ല സാധ്യതകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനു വേണ്ട കഴിവുകൾ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിനു വേണ്ട ചുറ്റുപാടുകൾ നമുക്ക് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഉണരണം. ആത്മവിശ്വാസത്തോടെ, ദൈവവിശ്വാസത്തോടെ നമ്മൾ ഉണരണം. അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലെൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, പറഞ്ഞു തരുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം എന്നെക്കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്ന അത്രയും ഉയരത്തിൽ ഈ തിരുവചനത്തിൽ നമ്മൾ കേട്ടതുപോലെ കഴുകന്മാരെ പോലെ ഉയർന്ന് പറക്കാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അത് ഉയരങ്ങളിലേക്കുള്ള ഒരു പറക്കൽ. ഇപ്പോഴുള്ള എൻ്റെ ജീവിത അവസ്ഥയിൽ നിന്ന് കർത്താവ് എനിക്ക് തരാനിരിക്കുന്ന അവസ്ഥകളിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതിന് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. അതാണ് വചനം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് വെച്ചാൽ നമ്മുടെ ക്ലേശങ്ങളുടേതും കഷ്ടതകളുടേതുമായിട്ടുള്ള ആ വലിയൊരു പുറന്തോടുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ നമ്മളെ നിറച്ച് അമക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാർത്ഥനയാകുന്ന ആയുധം കൊണ്ട് അത് പൊട്ടിക്കണം. പൊട്ടിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകുക. സങ്കീർത്തന പുസ്തകങ്ങളിൽ 34-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. വചനത്തിൽ നമ്മൾ പ്രകാരം കാണുന്നു: സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ തേടുന്നവർക്ക് ഒന്നിനും കുറവ് ഉണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ തളരാം, പക്ഷേ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ധ്യാനിപ്പിക്കാനായി പോയപ്പോൾ ഒരു വീട്ടിൽ പോയി. നല്ല ഒരു ചെറിയ വീട്, 2 റൂമും ഒരു കുഞ്ഞ് അടുക്കളയും അത്രേ ഉള്ളൂ. ചെറിയൊരു ഹാള് പോലെ, ഹാളെന്ന് പറയാൻ മാത്രം വലിപ്പമില്ല, ചെറിയൊരു വീട്. വളരെ സന്തോഷമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും. അവരെ ചെന്നത് ഞങ്ങളോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ ഭവനം കർത്താവിൻ്റേതാണ്, കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭവനമാണിത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്ത് ഈ ഭവനത്തിന് പ്രത്യേകത? ഉടനെ പറഞ്ഞു, ഞങ്ങൾ ഒരു ചാർത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരാണ്.
ഞങ്ങൾക്ക് സ്വന്തമായി ഒരു 2 സെൻറ്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഒരു ചാർത്തിൽ കിടന്ന മനുഷ്യരാണ്. അവിടെ നിന്ന് കർത്താവ് ഞങ്ങൾക്ക് 8 സെൻറ്റ് സ്ഥലം തന്നു. ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായ വീടും കർത്താവ് ഒരുക്കി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എങ്ങനെ ഇത് സാധിച്ചു? ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ ഇത് സാധിച്ചു? അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. സിസ്റ്ററെ, ഞാൻ എൻ്റെ കർത്താവിൽ അങ്ങ് ആശ്രയിച്ചു. എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ അധ്വാനിച്ചു. അങ്ങനെ അധ്വാനിച്ച് ഒരുമിച്ച് നിന്ന് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ് ഈ കാണുന്ന ഈ കൊച്ചു വീട് എന്ന് വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞില്ലേ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. സിംഹക്കുട്ടിക്ക് ഇര കിട്ടാതെ അത് വിശന്ന് തളരാം, പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും തളരുകയില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. ഇങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിച്ച് അവരുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുന്ന എത്രയോ വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ധ്യാന സെൻറ്ററിൽ വന്ന ഒരു സഹോദരന്, അദ്ദേഹത്തിന് ക്യാൻസറാണ്. അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് ക്യാൻസറാണ്, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, എൻ്റെ ജ്യേഷ്ഠന് ക്യാൻസറാണ്. ഞങ്ങളുടെ വീട്ടിൽ 3 പേര് ഈ രോഗം കൊണ്ട് വലയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം സന്തോഷത്തോടുകൂടെ പറയുകയാണ്, ഈ രോഗം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സിസ്റ്റർ, ഇന്നു വരെ മനസ്സിനൊരു ഭാരം തോന്നിയിട്ടില്ല. ഈ രോഗം തന്ന വേദനകൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അമ്മയ്ക്കും ചേട്ടനും ഞാനും ഒരേപോലെ ഈ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും ഈ സഹോദരൻ പറയാണ്, ഞങ്ങൾ 3 പേരും ഒരേപോലെ ദൈവത്തിനു മുമ്പിൽ തൃപ്തരുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ? ഒരു വീട്ടിൽ തന്നെ 3 പേർക്ക് മാരകമായിട്ടുള്ള ഈ രോഗത്തിൻ്റെ അവസ്ഥകൾ, അതിന് വേണ്ടുന്ന മരുന്ന്, അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഈ രോഗാവസ്ഥകൾ തരുന്നത്. ഇതെല്ലാം അനുഭവിച്ചിട്ട് ഈ സഹോദരൻ പറയുകയാണ്, ഈ രോഗാവസ്ഥയിൽ ഞങ്ങൾ തൃപ്തരാണ്. പ്രിയപ്പെട്ടവരെ, ഈ തൃപ്തമായിട്ട് ജീവിക്കുന്ന, തൃപ്തരായി കഴിയുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന അനേകം മനുഷ്യരുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ ഉപകാരികളിൽ, നമ്മുടെ സ്നേഹസ്വന്തങ്ങളിൽ. ജീവിതത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. അതാണ് വചനം പറയുന്നത്. അവൻ തളരുകയില്ല, അവൻ ബുദ്ധിമുട്ടുകയില്ല. അവൻ്റെ ജീവിതത്തിൽ വിഷമതകൾ വന്നാലും അവൻ ദൈവത്തിൽ ആശ്രയമുള്ളവനായിരിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാമത്തെ തിരുവചനം കൂടെ നമ്മൾക്കൊന്ന് കേൾക്കാം. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. വചനം പറയാണ്, ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അവൻ നിഷ്കാസനായി തീരുകയില്ല. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അവൻ തള്ളപ്പെടുകയില്ല എന്ന് വചനം പറയാണ്. ദൈവഭക്തൻ ആപത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കട്ടെ. നമ്മുടെയൊക്കെ രോഗാവസ്ഥകളിൽ, നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. കഷ്ടത കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയെക്കുറിച്ച് ധ്യാനിച്ചാലോ? കഷ്ടത കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥ. എനിക്കൊരു സഹോദരി അറിയാം, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. ആ സഹോദരിയുടെ ജീവിത പങ്കാളി, ഇവക്ക് 3 ചെറിയ കുഞ്ഞു മക്കളാണുള്ളത്. 3-ാമത്തെ കൊച്ചിന് 6 മാസം പ്രായമുള്ളപ്പോൾ ജീവിത പങ്കാളി അറ്റാക്ക് മൂലം മരിക്കുകയാണ്. പിന്നെ ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ്. ഭർത്താവ് മരിച്ച് ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം വിവാഹ ആലോചനയായി ഈ സഹോദരിക്ക്. ഈ സഹോദരി പറഞ്ഞു, എനിക്കിനി ഒരു വിവാഹം വേണ്ട, ഞാൻ ഈ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിച്ച് ഒരു ലക്ഷ്യത്തിലെത്തുവോളം ഇവരോടൊപ്പം ഇവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു 2ാം വിവാഹത്തിന് സമ്മതിക്കാതെ കൊണ്ട് ഈ 3 മക്കളെയും വളർത്തി പഠിപ്പിച്ച് ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയ കുഞ്ഞുങ്ങളാക്കി തീർക്കാനായിട്ടുള്ള ഈ സഹോദരിയുടെ കഷ്ടപ്പാടും ദുഃഖദുരിതവും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ പണികൾ തീർത്ത് ഈ കുഞ്ഞുങ്ങളെ 3 പേരെ സ്കൂളിൽ വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പണിക്ക് പോയി പണിയെടുത്ത് ആ കിട്ടുന്ന വേതനം കൊണ്ട് കുടുംബത്തിന് ചിലവ്, വിദ്യാഭ്യാസ ചിലവ്, ഭക്ഷണം, മറ്റ് രോഗാവസ്ഥകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ചിലവുകൾ എല്ലാം ചെയ്ത്
ഭക്തിയിലും പ്രാർത്ഥനയിലും അധ്വാനത്തിലും കഴിയുന്ന ഈ മകളെ നോക്കി അവിടെയുള്ളവരൊക്കെ പറയും, ദൈവത്തിൽ ആശ്രയം വെച്ചു മാത്രം ജീവിക്കുന്ന ഒരു വിധവയായ ഒരു സഹോദരി. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവനെ സമീപിക്കുകയില്ല. കഷ്ടതകളിങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞ് കുടുംബത്തിൽ നിറഞ്ഞ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവഭക്തൻ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അവനെ ശക്തിപ്പെടുത്തുമെന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. നമുക്കൊക്കെ മുൻപേ ജീവിച്ചു പോയ വിശുദ്ധാത്മാക്കൾ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ഇതുപോലെ നമ്മളെപ്പോലെ ജീവിത ക്ലേശങ്ങളൊക്കെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിച്ചു പോയവരാണ്. മദർ തെരേസയുടെ ഒരു പുസ്തകം വായിക്കാനിടയായപ്പോൾ അതിനകത്ത് വായിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. മദർ തെരേസയുടെ അടുത്തൊരു പത്രപ്രവർത്തകൻ ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ഇത്ര ഈ പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയുടെ ഈ കഷ്ടപ്പാടിൻ്റെ രഹസ്യം എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പം മദർ തെരേസ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നാളെ വെളുപ്പിന് 3:30 അങ്ങോട്ടേക്ക് വായോ, അപ്പം ഇതെന്താ ചെയ്യുന്നതെന്നുള്ള രഹസ്യം കാണാം. ഇദ്ദേഹത്തിന് സന്തോഷമായി. ഇത് പത്രത്തിലെല്ലാം എഴുതാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇദ്ദേഹം 3 മണി ആയപ്പോഴേക്കും അവിടെ എത്തി. വെളുപ്പിന് 3 മണി സമയം. 3:30 ആയപ്പോഴേക്കും സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചാപ്പലിലെത്തി. ദിവ്യകാരുണ്യം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചു. അവരെ ആരാധിച്ചു, സ്തുതിച്ചു, ജപമാല ചൊല്ലി, മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ 3:30, 4:30, 5:30, 6 മണിയായപ്പോഴേക്കും പുരോഹിതൻ വന്നു. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ കുർബാന കഴിഞ്ഞു. 7 മണിയായി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മദർ തെരേസയെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ഈ പ്രാർത്ഥനയെല്ലാം സംബന്ധിച്ച് ഇദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുക, എപ്പോഴാണാവോ മദർ വരുന്നത് സംസാരിക്കുന്നത്. അങ്ങനെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ദിവ്യബലിയും കഴിഞ്ഞ് 7:30 മദർ തെരേസ ഈ പത്രപ്രവർത്തൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മനസ്സിലായോ എൻ്റെ കഷ്ടപ്പാടിൻ്റെ രഹസ്യം എന്താണെന്ന്? പ്രിയപ്പെട്ടവരെ, കഷ്ടത കരകവിഞ്ഞ് ഒഴുകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ ശരണം വയ്ക്കുന്നവൻ അവൻ അനുഗ്രഹീതനും ഭാഗ്യവാനുമാണെന്ന് തിരുവചനം പറയുന്നു. ഈ ഒരു കഷ്ടതയിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു സമാധാനം, അതിനെക്കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പൗലോസിലെ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് അത് സ്വർഗജീവിതം. കർത്താവിൽ ആശ്രയിക്കുന്നവന് കർത്താവ് കൊടുക്കുന്ന സമ്മാനമാണ്, കർത്താവ് കൊടുക്കുന്ന സമാധാനമാണ് ഈ വലിയ സന്തോഷമെന്ന് പറയുക. അത് മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിച്ചിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ വചനം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് വിധേയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരാണ്. അവർ വലിയ പരീക്ഷകളെയും സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സന്തോഷത്തോടുകൂടെ അവർ തരണം ചെയ്യും. അനുദിന ജീവിതത്തിലെ ചെറിയ ക്ലേശങ്ങൾ പോലും പരാതിയില്ലാതെ പരിഭവമില്ലാതെ അവരതിനോട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ള മനുഷ്യർ ഉയരങ്ങളിൽ ദൈവതൃക്കരങ്ങളിൽ അവർ കൂടുകൂട്ടും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് ദൈവമായിരിക്കട്ടെ. എത്ര വലിയ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കര കവിഞ്ഞൊഴുകിയാലും ഇളക്കമില്ലാത്തവരായി നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കഷ്ടത കരകവിഞ്ഞൊഴുകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകാൻ, ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽപ്പെട്ട് നിരാശയിൽപ്പെട്ട് ഉഴലുന്നവരാകാതെ വീണ്ടും ശക്തിയുള്ളവരായി ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇപ്രകാരം നല്ല ജീവിതം നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ വേണ്ട കൃപാവരം കർത്താവ് നമുക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാൻ, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ.